13-ാം വയസ്സിൽ സിനിമയിലെത്തിയ കൽപ്പന ഹാസ്യപ്രധാനമായ വേഷങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും തന്മയത്വമായ അഭിനയശൈലി കൊണ്ട് ഏത് വേഷവും തനിക്ക് അനായാസമായി വഴങ്ങുമെന്ന് തെളിയിച്ചു. വിവിധ തെന്നിന്ത്യൻ ഭാഷകളിലായി 300ഓളം സിനിമകളിൽ അഭിനയിച്ച കൽപ്പനയുടെ അകാല വിയോഗം മലയാള സിനിമയ്ക്കും ആസ്വാദകർക്കും തീരാനഷ്ടം തന്നെയാണ്. ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവപാദം കൈവണ. ത്രൈണഹാസ്യത്തിന്റെ മലയാള മുഖമായിരുന്നു കൽപ്പന. മലയാളത്തിന്റെ മനോരമയെന്നും പെൺജഗതിയെന്നും വിശേഷിപ്പിക്കപ്പെട്ടു. എന്റെ മഷ്റൂം സൂപ്പ് കഴിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിശോട് സംസാരിക്കില്ലായിരുന്നു. കുക്കിങ്ങിൽ ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു. ചെടിക്ക് കുഴിതുകൊണ്ടെന്ന് നിങ്ങൾ അവിടെ കിടക്കുന്നു. തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പിടരുത്. നാടകപ്രവർത്തകരായ VP നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായ കൽപ്പന സഹോദരിമാരായ കലാരഞ്ജിനിക്കും ഉർവശിക്കുമൊപ്പം മലയാള സിനിമയിലേക്ക് ചുവടുറപ്പിച്ചു. ഹാസ്യരസ പ്രധാനമായ വേഷങ്ങളാണ് കൽപ്പനയെ അനശ്വരമാക്കുന്നത്. നിന്റെ അമ്മായിയമ്മ പെറ്റു, കൊച്ചിന് പേരിട്ടു ടിന്റുമോൻ. പോരെ എന്താ പറഞ്ഞേ? അപ്പൊ തള്ളക്ക് വിളിച്ച മലയാളം പറയാൻ അറിയാല്ലേ? 300ഓളം സിനിമകളിൽ അഭിനയിച്ചു. ജഗതി ശ്രീകുമാറിനൊപ്പമുള്ള വേഷങ്ങൾ അവിസ്മരണീയമായി. ഹാസ്യാഭിനയത്തിൽ നിന്നും അഭിനയത്തെ ചോർത്തിക്കളയുന്ന സ്വാഭാവികതയിലൂടെ കൽപ്പന വ്യത്യസ്തയായി. എന്തരുടെ നിന്റെ അണ്ണാക്കി കൊഴിക്കട്ടെ, മിഴിചെയ്യാതെ വണ്ടിയടപ്പി കേറാതെ പിന്നെ എടുത്തിരുത്താൻ നിന്നോടി പറഞ്ഞില്ലല്ലോ. തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിലും കൽപ്പന സജീവ സാന്നിധ്യമായി. സമീപ വർഷങ്ങളിൽ തന്മയത്വമുള്ള അഭിനയ മികവ് കൊണ്ട് സ്വഭാവ നടി എന്ന നിലയിലും കൽപ്പന ശ്രദ്ധേയയായി. ഇത്രയും നേരമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല. അതൊന്നും നോക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. അതൊന്നും ഈ ജന്മത്ത് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. കൊല്ലം കുറെ ആയല്ലോ. എനിക്കിപ്പോ വേറെ ഇടവില്ലാത്തോണ്ടാണല്ലോ ഇങ്ങനെ കുത്തുന്നത്. അടിച്ചാലും തൊഴിച്ചാലും ഞാനിങ്ങനെ പട്ടിയെ പോലെ കിടന്ന് കൊണ്ടോളുമല്ലോ. ഞാനിവിടെ പോയാൽ കാണാം തള്ളേ മോനും കൂടെ അനുഭവിക്കുന്നത്. അവസാന ചിത്രമായ ചാർലിയിലേതുപോലെ സകലരിലും ആഘാതമേൽപ്പിച്ച മരണത്തിലൂടെ കൽപ്പന ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു. കലാതീതമായ ഓർമ്മകൾ ബാക്കിവെച്ച്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.